Uzbekcha. Yeah. Assalamu alaikum. Walaikum assalam. നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. 16:58 4:50. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അയ്യോ, അവിടെ നെഞ്ചൊക്കെ പോയിതോ, അവിടെ ഒരാളുടെ നെഞ്ചൊക്കെ പോയി ഞാൻ ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ ഇതിൻ്റെ ബാക്കി പാട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇനി സമർക്കന്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക കുറേ പരമ്പരാഗതമായിട്ട് കുറേ കഥകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ സിൽക്ക് റൂട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ പുരാണങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്ലേസാണ് സമർക്കന്ത്. മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ സമർക്കന്തിൽ ട്രാൻസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ ബുക്കാറയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബുക്കാറയിൽ നിന്ന് സമർക്കന്ത് സ്റ്റേഷനിലോട്ട് ഞാൻ ട്രെയിനിൽ പോവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പുതിയൊരാളുണ്ട്, ട്രാവൽ പാർട്ട്ണർ. സോ ഹൈ, ഇത് നമ്മുടെ സ്വന്തം ഐഗുളാണ്. ഐഗുൾ റഷ്യക്കാരിയാണ്, നിങ്ങൾക്കറിയാം. ഐഗിള് സൂചി, യു ആർ ഫ്രം കസാൻ. ഓക്കെ, ഐഗിള് കസാനിന്നാണ്. സോ എൻ്റെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐഗിളിൻ്റെ ബാഗ്, വലിയ ബാക്ക് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, എൻ്റെ ചെറിയ മിനി ബാക്ക് പാക്ക്. സോ നമ്മൾ ടാക്സി വിളിക്കുകയാണ്. ഇവിടുത്തെ ടാക്സിയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ജീപ്പാണ്. സോ ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ആളുകളെല്ലാം ഉണ്ട്. We will miss you, we will miss you. ഇവിടെ നമ്മുടെ ബ്രോ ഉണ്ട്, അവളുണ്ട്, നമ്മുടെ ബ്രോ ഉണ്ട്, ജാവിക് ബ്രോയിലേക്ക് മിസ് ചെയ്യും. ജാമിക് ബ്രോന് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ടാക്സി എന്തോ വിളിക്കട്ടെ, എന്നിട്ട് എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഞാനിനി ഇതാ ബാഗൊക്കെ എടുക്കട്ടെ. എൻ്റെ ഫ്രണ്ട് ബാഗ് ഇതാണ്, എൻ്റെ ഫ്രണ്ട് ബാഗ്. ഇനി അടുത്ത ബാക്ക് അവൾക്കത് എടുക്കാൻ പറ്റുന്നില്ല. അവളുടെ ബാക്ക് പാക്ക് അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. വേറൊന്നും എടുക്കാൻ മറന്നിട്ടില്ല. ഞാൻ എൻ്റെ റൂം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ സ്റ്റേ ചെയ്തിരുന്ന റൂം ഈ കാണുന്നതാണ്. ഈ കാണുന്ന റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇവിടെയാണ് കിടന്നത്. ഞാൻ എൻ്റെ അവശേഷിപ്പെല്ലാം ഇവിടെയാണ്. ഇവിടെ പണ്ട് സിൽക്ക് റോഡിൽ നിന്ന് വന്ന ആളുകളെല്ലാം ഇവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊക്കെ ഇവിടെയാണ് കിടന്നത്. സോ ഞാൻ ഇട്ടോട് കിടന്ന ഡ്രസ്സ് എല്ലാത്തിനെയും ഞാൻ മിസ് ചെയ്യോടാ. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ സ്ഥലമൊക്കെ മിസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരുടെ അടുത്തും ഒന്ന് ബൈ പറയട്ടെ. കുറേ പേരുടെ അടുത്ത് ബൈ പറയാനുണ്ട്, അവരാരുമില്ല. ആൻറ്റി ഇവിടെ, അവർ അവിടെ എവിടെയെന്തോ അറിഞ്ഞൂടാ. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ചലോ ലെറ്റ്സ് ഗോ. ഹലോ, ബൈ, താങ്ക് യു. So, hello, bye. Yeah, we'll take photo. എല്ലാം ഇവിടെ പറയാൻ പോവാണ്. ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. Thank you. See you, bro. Bye. See you. എല്ലാം ഇവിടെ ബ്രോയുടെ അടുത്ത്. Bro. So, this is my gift. I don't have anything, just give. This is like rupee. Okay, Indian rupee, okay? That's coin. Okay. Спасибо. Thank you so much. Okay. നമ്മളിനി ലീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബൈ. ഒരു വിൻറ്റേജ് കാർ ഇവിടെ കിടക്കുന്നത് കണ്ടോ താങ്കൾ? യെസ്, എൻ്റെ ബാഗൊന്നും എടുത്ത് ഇടട്ടെ. രണ്ടുപേരുടെ ബാഗ് ഇവിടെ കയറുമെന്തോ. എനിക്കൊന്ന് അവളുടെ ബാഗ് മാത്രമേ. മേ ബി. ഓക്കെ. എൻ്റെ അമ്മ ബാഗ് കയറുന്നുണ്ടോ? യെസ്. ഓക്കെ, ബാഗ് കയറിയിട്ടുണ്ട്. ഞാൻ ഇനി കയറട്ടെ. സോറി, മാറിപ്പോയി. അവൾ ഓൾറെഡി ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ പോയതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വെച്ച് ഞാൻ ഓടിച്ചാടി കയറാൻ വേണ്ടി പോയതാണ്. ലെറ്റ്സ് ഗോ. സോ നമ്മൾ കയറിയിട്ടുണ്ട്. ഹൈഗുൾ, are you? So what about the journey? Like, are you going to miss Bukhara? Yes, of course, very much. And I hope I'll come back soon and see that people that I already love and enjoy company with them. Yeah, a lot of people really. Yeah, like, they're really great. We are going, not only you, we are going to miss this place, seriously. Yes, yeah. അത്രയ്ക്ക് അടിപൊളി അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ.
അപ്പോൾ ആ ഒരു സ്ഥലം മിസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ചെറിയൊരു വിഷമം പോലെ. കുഴപ്പമില്ല, ഇതൊക്കെ യാത്രയുടെ ഭാഗമാണ്. യാത്രയുടെ ഭാഗം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഇനി വരും, അവളും വരും, ഞാനും വരും. അപ്പോൾ എന്താ പറയുക, നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ 3:50 മണിക്കാണ്, 3:50 PM അപ്പോൾ സമയം വന്നിട്ട് ഇവിടെ 2:42 ആയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. എന്നിട്ട് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിലാണ് പോകുന്നത്. ബുള്ളറ്റ് ട്രെയിനിൽ പിടിക്കണം, ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യണം. എന്നിട്ട് സമർക്കന്ദിൽ എത്തണം. സമർക്കന്ത് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനുള്ള നമ്മളെ പ്ലാനുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ വെള്ളച്ചാട്ടം അല്ലേ, അടിപൊളിയായിരിക്കും. ഫൈനലി ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. എയർപോർട്ടൊക്കെ പോലെ തോന്നും. ബാഗ് എടുക്കട്ടെ. യെസ്, ഫൈനലി നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി അയ്യൂളിൻ്റെ പാണ്ടക്കെട്ട് കൂക്കട്ടെ. സോ ഇനി നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. റഹ്മദ് യാന്തക് 031. റഹ്മദ് യാ, ലെറ്റ്സ് ഗോ. ഫൈനലി വി റീച്ച് earlier. Yes. And on time? Yeah, on time. Like we have around like 20 minutes remaining. So ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. വക്സാൽ എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നു അർത്ഥം. ബുഖാറ. ഇവിടെ നമ്മൾ വന്നിറങ്ങി. അന്ന് എന്നെ ഒരു ചേച്ചിയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ നിന്നാണ് കാറിട്ട. ആ ചേച്ചിയുടെ കാർ ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല, ചേച്ചി ഇവിടെ ഉണ്ട്, ഇവിടെ സിറ്റിയിലുണ്ട്. ഞാൻ കാണാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ ബിസി ആയതുകൊണ്ട് പിന്നീട് എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. നമ്മൾ ടിക്കറ്റും എല്ലാം ഇവിടെ കാണിക്കണം. ഞാൻ എൻ്റെ ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് എൻ്റെ മൊബൈലിലാണ്. എനിക്ക് ബുക്ക് ചെയ്തതെന്നാണ്. ടിക്കറ്റ് നമ്മുടെ പാസ്പോർട്ട് നമുക്ക് ഇവിടെ കാണിക്കണം. എവിടെയാ ഇതാണ് എൻ്റെ ടിക്കറ്റ്. നല്ല വെയിലുണ്ട്. അവിടെ ഒരു ബുള്ളറ്റ് ട്രെയിനും വേറെ ഏതൊക്കെയോ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. So finally we are in railway station, Bukhara railway station. So that's our train or what? Yes, maybe. Yeah, maybe there is another one train also. 2 trains are there. One bullet train, one this one. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. യാത്രക്കായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രെയിൻ വരുന്നു എന്ന് അവിടെ വിളിച്ച് കൂവുന്നതുണ്ടോ ഇവിടുത്തെ ഭാഷയിൽ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. യെസ്, വെൽക്കം ടു ദ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കേണ്ടത്. നമ്മളെ സാധനങ്ങളൊക്കെ വലിച്ച് ഇവിടെ എറിയണം. എന്നിട്ട് വേണം നമുക്ക് അകത്ത് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിടട്ടെ. യെസ്, എൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ട്. ഫൈനലി ഇറ്റ്സ് യൂസ് റൈറ്റ്. ഓക്കെ, മൊബൈൽ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഒരു വൃത്തിയുണ്ടോ? ഈ കാണുന്ന ഇവിടെ കുറച്ച് പേർക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ സ്ഥലത്തോട്ട് പോകാനുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ചെറിയൊരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ. നമുക്ക് ടൈമുണ്ട്. ഇപ്പോൾ 3:05 ആയിട്ടേ ഉള്ളൂ. നമുക്ക് ടൈമുണ്ട്. അവിടെയും കുറേ പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ മുകളിൽ എന്തൊക്കെയുണ്ടല്ലോ, മുകളിൽ എന്തൊക്കെയോ ഓഫീസാണ്. തൽക്കാലം ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞു തന്നോണ്ടിരുന്നാൽ എൻ്റെ ട്രെയിൻ പോവും. അത്ര മാത്രമേ ഉള്ളൂ. തുറക്കൂ സീസേ. യെസ്, ഫൈനലി നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ എൻ്റർ ആയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഓക്കെ, സോ നമ്മൾ ട്രെയിനിലോട്ട് പോകാൻ വേണ്ടി പോവാ. ലെറ്റ്സ് ഗോ. This is our train? Yes. You're 7? Yeah, 7. Mine 6. യെസ്, ഞാൻ എൻ്റെ ട്രെയിനിൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് കൊടുക്കട്ടെ, എൻ്റെ ടിക്കറ്റ് കൊടുക്കട്ടെ. ഇവിടെ എൻ്റെ 7 ആണ്. എൻ്റെ ഈ കാണുന്നതാണ് 7. ഇത് പക്ഷേ 7 ആണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണെന്തോ സംഭവം അറിയില്ല. 7. Next carriage. Next 6 and next. Oh, 7. Okay. Ramas. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇങ്ങോട്ടാണ് 7 വരുന്നത്. What happened? I want to buy
Oh, okay, okay. Yeah, we have maybe time 10 minutes. ഞാൻ എൻ്റെ സീറ്റിലെത്തിയിട്ടുണ്ട്. ഓ കമോൺ വെൽക്കം. 24 ആണല്ലോ എൻ്റെ സീറ്റ് ഒന്നുകൂടെ ചെക്കട്ടെ. ഇറ്റ്സ് മൈ സീറ്റ് ഈസ് എവിടെയാ കാണാനില്ലല്ലോ. 27. യാ 27. ഹലോ. യാ ഗുഡ്. റഹ്മത്ത്. ഹലോ. 27. അയ്യോ 27 എവിടെയാ? ഓ ഇതാണ് കേട്ടോ എൻ്റെ സീറ്റ്. ഇതാണ് 27. റഹ്മത്ത്. ഓക്കെ പാവം കേട്ടോ, നമുക്ക് വേണ്ടി സീറ്റ് ചേഞ്ച് ചെയ്തോ. അസ്സലാമു അലൈക്കും റഹ്മത്ത്. ഓക്കെ പാവം കേട്ടോ, പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി. യെസ്, ഫൈനലി നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള പാസഞ്ചേഴ്സ് എല്ലാം, ഇവിടെയുള്ള ആളുകളെല്ലാം നല്ലവരാണ്. ഈ ട്രെയിൻ മുമ്പ് കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ കാണിച്ചു തരാം. നമുക്കിതാ വിൻഡോ ഇത്രയും ഇതിനുള്ള പൊക്കാനുള്ള സൗകര്യമുണ്ട്. സോ അപ്പുറത്തൊരു വലിയൊരു ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. ഒരു അടിപൊളി ട്രെയിൻ. അത് കൊള്ളാമല്ലോ, അടിപൊളി ട്രെയിന്. പിന്നെ ഇത് ലൈറ്റ് ഇതാ, നമുക്ക് 2 ലൈറ്റ് ഉണ്ട്. സ്ഥലമൊന്നും മാറ്റാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ ആക്കിയിരിക്കുന്ന ലൈറ്റാണ്. പിന്നെ അടിപൊളി റാക്കാണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അതാണ്ട് ഇവിടെ നമുക്കൊരു ഇതുണ്ട്, അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ടേബിളിൽ വെച്ച് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെ വല്ലതും ആക്കാം. പിന്നെ കാല് വയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇത് ഉണ്ട്. പിന്നെ അവിടെ അത് മാത്രമല്ല, ഇവിടെ ചാർജ് വയ്ക്കാനുള്ള സോക്കറ്റ്, 2 സോക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ വേറെ എന്താ, പിന്നെ നമുക്കിതാ ഇത് താക്കാനല്ല സാർ, ഇത് നമ്മളാക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് വരാം, ഇതാക്കിയിട്ട് നമുക്ക് ബാക്കിലോട്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇയർ പീസ് വെച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കാനോ എന്തോ ഉള്ള ഒരു സംഭവമാണ്. അങ്ങനെ എല്ലാം ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ട്രെയിന് ബാക്കിയെല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതാ ട്രെയിനിൻ്റെ ഫോട്ടോയാണ് ഈ ഒരു സ്ക്രീനിലെന്ന് പറയുമ്പം ഇതിൻ്റെ ട്രെയിനിൻ്റെ വേഗത കാര്യങ്ങൾ എല്ലാം എഴുതി കാണിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ബാത്റൂമൊക്കെ ഒന്ന് വാഷ്റൂമൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് വരാം. ഞാൻ മുമ്പ് കാണിച്ചതാണ്, പക്ഷേ എന്നാൽ പോലും ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചോടിച്ച് കാണിക്കാൻ പോകുന്നത്. താങ്ക് യു. ഓ ഇതാണ് കേട്ടോ ട്രെയിനിൻ്റെ പാൻട്രി. സോറി, ഇവിടെയാണ് ആക്കേണ്ട. വാ ഹലോ, അസ്സലാമു അലൈക്കും. Kalasias. Oh, nice place. Nice. Good. Yeah, good. ഇതാണ് റെയിൽവേയുടെ പാൻട്രി. വാവ്, അമേസിങ്. ഇത് നമ്മുടെ ഒരു റെയിൽവേയുടെ പാൻട്രി ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവും. അതാ ഇവർ ഡ്രിങ്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ, ഇതിലാണ് അവർ സാധനങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുപോയിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം പാൻട്രിയുടെ അവരുടെ ഇതുകളാണ്. ഇതിൻ്റെ അകത്തൂടെയാണ് അവർ പാൻട്രിയുടെ അകത്ത് എൻ്റർ ചെയ്യുന്നത്. എന്ത് വൃത്തിയും കാര്യങ്ങളാണ്, സംഭവം അടിപൊളി. പിന്നെ ഇത് വേറെ കോച്ചാണ്. ഇവിടെ ഒറ്റ ഇതേ ഉള്ളൂ, അതൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഒരു 2:1 എന്നുള്ള ഒരു റേഷ്യോയിലുള്ള ഒരു കോച്ചാണ് ഈ കാണുന്നത്. ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ ഇരുന്ന് പോവാം. അടുത്തും അടിപൊളി, എല്ലാം കൊണ്ടും എന്ത് അടിപൊളിയാണല്ലേ ഈ ട്രെയിൻ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഈ കാണുന്ന ഭാഗത്തും വേറൊരു മോണിറ്ററുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാം. എന്താ അല്ലേ, പാൻട്രി നിങ്ങൾ കണ്ടില്ലേ? പാൻട്രി കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെയിനിൽ നിങ്ങൾക്ക് പാൻട്രി കാണിച്ചു തരാൻ പറ്റിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഹലോ या आई कैन हायर या ठीक है. आप किधर से? I am from Saudi Arabia. Okay. Kaifal hal? You from? India, Kerala. India. You know Kerala? Yes. You are Muslim? Yeah. Huh? Yeah. Okay, Uzbekistan. Good? Yeah, very good. Kerala is very, very nice. Yeah, Kerala. Many people in Saudi Arabia. Makkah. Oh, more people Kerala. You like Kerala? You like Kerala people? നമ്മുടെ ഭാഷയാണ് പറയുന്നത്, സ്പീഡിൽ പറയുന്നത്. You like Kerala people? Oh, more people in Makkah, Saudi Arabia. Yeah. More. Marwan, and yours? Hussein. Okay, nice to meet you. Assalamualaikum. Huh? You speak English good? Yeah, okay. Nice to meet you, by the way. Canadian. Okay, all right. ഇവിടെ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്നിരുന്നുണ്ട്. Yeah, like. And other thing is that train is very clean and neat. Like, it's very nice train. Seriously.
pantry, everything. Great. Indian railway is like stupid compared to this railway. Seriously. എന്ത് അടിപൊളി ട്രെയിനാണെന്ന് കേട്ടോ. നമ്മുടെ നാട്ടിലെ സെയിം കാശ് ഒക്കെ തന്നെയാണ് ഇവിടെയും ട്രെയിനിൽ വരുന്നത്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ക്ലീനും ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ വേറെ വാക്കുകളില്ല. അത്രയ്ക്ക് ഒരു അടിപൊളിയാണ്. അപ്പോൾ അത് തഷ്കന്ത് ടു ബുക്കാറ പോകുന്ന ട്രെയിനാണ് അത് കിടക്കുന്നത്. അടുത്ത പാൻട്രിയിൽ നിന്ന് ഒരു ജ്യൂസും കൊണ്ട് ഒരു ചേച്ചി ഇതാണ്ട് ഇപ്പം പോയി. ഇതാണ് ട്രെയിനിൻ്റെ ക്യാപ്റ്റൻ എന്ന് തോന്നുന്നു. ഇതായിരിക്കണം ചിലപ്പോൾ. ഹലോ, അസ്സലാമലൈക്കും. ഇത് ട്രെയിനിൻ്റെ കോ പൈലറ്റോ ക്യാപ്റ്റനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം. സമയം എന്താ എത്രയായി? സമയം 22ആയി. 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ട്രെയിൻ എടുക്കുന്നതാണ്. ഫൈനലി നമ്മുടെ ട്രെയിൻ ഇതാ എടുത്തിട്ടുണ്ട്. ട്രെയിന് പോവുകയാണ്. ബൈ 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 ബൈ. See you in Tashkent. Wow. ഈ ഒരു ട്രെയിനിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ നമ്മുടെ വീൽ ചെയറുകാർക്കും അക്സസ് ഉണ്ട്. വീൽ ചെയറിൽ വരുന്ന യാത്രക്കാർക്കും അക്സസ് ആയിട്ട് അതിൽ കയറിയിട്ട് വീൽ ചെയറിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ എണ്ണ ടാങ്കുകളോ എന്തോ ദാ കിടക്കുകയാണ് വഴിയിൽ. ഈ കാണുന്ന ഒരു സംഭവമല്ലേ, ഇത് അങ്ങറ്റം വരെ സൈഡിലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ എയർ കണ്ടീഷനാണ്. ഇതിൻ്റെ അകത്തു നിന്നാണ് ഇതാ AC വരുന്നത്. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അടിപൊളി. ഇവിടെ കൈ വെച്ചാൽ നമ്മുടെ കൈയൊക്കെ തണുക്കും. പുകയില വെച്ച് കൊടുത്താലും അത് പുകയൊക്കെ തണുത്തവും. നല്ല തണുത്ത ഒരു സംഭവം. പുള്ളിക്കാരൻ അടുത്തെന്തോ സംഭവം കൊണ്ടുവരാണ്. എന്താണ് സംഭവം? What's that? Headphones. It's for... No, it's a... Oh, they are just giving for free. Oh. You need? Yeah, I want. പുള്ളിക്കാരൻ ഇയർ പീസ് ഫ്രീ ആയിട്ട് കൊണ്ടുവരാണ്. ഞാൻ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു. സോ ഞാൻ ഇത് വെച്ച് ഇയർ പീസ് വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇയർ പീസ് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പാട്ട് കേൾക്കാം. അടിപൊളി കേട്ടോ. ഓ, റേഡിയോ ഉണ്ട്, പാട്ടുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറേ ചാനൽ പോലെയാണിതാ. നമുക്ക് ചാനൽ ഇത് മാറ്റാം. 1, 2, 3. ഒന്നാമത്തെ നല്ല പാട്ടായിരുന്നു. വാ, ഇതിൽ അടിപൊളി പാട്ട്. നമുക്ക് സൗണ്ട് ഇവിടെ കൂട്ടാം. സൗണ്ട് കുറയ്ക്കാം. കണ്ടോ, സൗണ്ട് കൂട്ടാം. അടിപൊളി. എൻ്റെ അമ്മോ, അവിടെ ഒരു അടിപൊളി ഒരു കടൽ പോലത്തെ ഉള്ള ഒരു ഇത് കേട്ടോ. എൻ്റെ അമ്മോ, ലെവല് സൂപ്പർ. അതോ അങ്ങായിട്ടാണ്. ഇതിൽ നല്ലപോലെ കാണാൻ പറ്റില്ല സംഭവം. ഇതിൽ നല്ലപോലെ കാണാൻ പറ്റില്ല. അതൊരു റിവറാണ്. എന്ത് രസം ഇവിടുത്തെ വെള്ളമൊക്കെ. സോ ഹൗ ഇസ് ദ ഇന്ത്യൻ റെയിൽവേ ആസ് പെർ യുവർ നോളേജ്? What? As per your knowledge, I mean, like Indian railway. Like how I think about them. Yeah. I know What do you about think? them. Yeah. I know it's Bullshit. they are old. They are old. There Okay. are too many people. Yeah, too many people. They can be everywhere. Okay. But the atmosphere is incredible because even if it's many people Yeah. are not like they understand Yeah. the situation and they very loyal and they tolerate other people. And Okay. they just, But still, we have like AC air conditioner, good one also, Okay. but not like this much anyway, Okay. because that's very costly. But this one is like cheap and bus this train, yeah, it's so perfect we train. can't compare with Indian train and I Uzbekistan. hope we will use the same train somewhere else. Yeah. To go somewhere അടിപൊളി else. അടിപൊളി ട്രെയിനാണ്. ഇവരുടെയൊക്കെ ഇറ്റ്സ് വെരി കോസി. സോ ഇവിടുത്തെ ട്രെയിൻ എന്ന് പറയുമ്പോൾ സംഭവം ഇവർക്ക് റഷ്യക്കാർക്ക് പോലും ഭയങ്കര ഒരു വലിയ സംഭവമായിട്ടാണ് ഇവർ പറയുന്നത്. ഈ ഒരു പാളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇവർക്ക് ഇങ്ങനത്തെ ഉള്ള ഗ്രില്ലുകളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഗ്രില്ലുകളുണ്ടായിരുന്നു. ഇതൊക്കെ പാൻട്രിയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണ് ഈ പോകുന്നത്. ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പാൻട്രിയിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു പാൻട്രിയിലെ ആളാണെന്ന് തോന്നുന്നു. പാൻട്രിയുടെ ഹെഡ് സംഭവമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അതിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് ഇവിടെ കാശൊക്കെ വാങ്ങിച്ച് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് കൊടുക്കുന്നു. അവർ രണ്ടുപേരും
പാൻട്രിയിലെ ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അടുത്ത സർവീസ് സാധനം കൊണ്ടുവന്നു. ചിപ്സ്, നമ്മുടെ പാക്കറ്റ് ചിപ്സ് എല്ലാം, അതിൽ QR സ്കാനർ വരെ ഉണ്ട് ആ ചിപ്സിൻ്റെ പാക്കറ്റുകളിലെല്ലാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു സർവീസൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്ത് പറയാം, വാക്കുകളില്ല. അതിമനോഹരം, അതിമനോഹരം, അതിമനോഹരം. അത്രയ്ക്ക് അടിപൊളി. ട്രെയിനായാലും ട്രെയിനിൻ്റെ പുറത്തുനിന്ന് കാണാനായാലും അതിമനോഹരം തന്നെയാണ്. നമ്മുടെ പുതിയൊരു സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഐ ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് ഐ വിൽ സീ. ആളുകളൊക്കെ ഓരോന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. ഏതോ ഒരു സ്റ്റേഷനാണ് നോട്ടെ. അയ്യോ സോറി, അത് പാൻട്രിയാണ്. ഇതിലേക്കൂടെ ഇറങ്ങാൻ പറ്റില്ല. ആളുകളെല്ലാം ആ ഒരു ഭാഗത്തൂടെ കയറി വരുവാണ്. ഈ സ്റ്റേഷനോ? ട്രെയിനിൻ്റെ ലൈറ്റെല്ലാം ഓണായിരുന്നു. ലൈറ്റ് വീണ്ടും അണഞ്ഞു. ഇവിടെ കുറച്ച് പേര് വീണ്ടും വന്നിട്ടുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ TV-യിൽ സാധാരണ അന്നത്തെ ട്രെയിനിൽ നിങ്ങൾ കണ്ടു കാണും. അന്നത്തെ ട്രെയിനിൽ വേറെ പല ഇതൊക്കെ ആയിരുന്നു. ട്രെയിൻ ഇവിടെ എത്തി, അവിടെ എത്തി, അതൊക്കെയായിരുന്നു കാണിക്കുന്നത്. പക്ഷേ ഈ ട്രെയിനിലെന്ന് പറയുമ്പോൾ വേറെ ഇവിടുത്തെ ടൂറിസത്തിൻ്റെ വീഡിയോസ് അതൊക്കെയാണ് ഈ ഒരു ട്രെയിനിൽ കാണിക്കുന്നത്. അത്യാവശ്യം ഒരു അടിപൊളി യാത്രയാണ്. നമ്മൾ ഒരു സ്റ്റേഷനായി, ഇനി അടുത്ത സ്റ്റേഷനിൽ നമ്മളെത്തും. സോ അവിടെ വേറൊരു ട്രെയിനിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. അടിപൊളി ഒരു ട്രെയിൻ യാത്രയാണ് സത്യം പറഞ്ഞാൽ. ഉസ്ബെക്ക് ട്രെയിൻ യാത്ര നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അടിപൊളി കുട്ടി കേട്ടോ. ഹായ് ഹായ് ഹായ്, ഹലോ ഹലോ. ഹലോ. എൻ്റെ അമ്മ, പുറത്തുള്ള ആ മൗണ്ടൻസ് കാണാൻ എന്താ ഭംഗി, അടിപൊളി, വേറെ ലെവൽ സ്ഥലം കേട്ടോ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും ആകർഷിക്കും, അത്രമാത്രം മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളാണ്. പിന്നെ ഞാൻ നേരത്തെ പുറകിലുള്ളവരോടത്തായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് റഷ്യനൊക്കെ പഠിച്ചു. ഈസ് റഷ്യ, ദേ ആർ ഫ്രം റഷ്യ. സോ ഞാൻ അവരുടെ അടുത്ത് ഈസ് റഷ്യ എന്ന് ചോദിച്ചു. അതായത് നിങ്ങൾ റഷ്യക്കാരാണോ എന്ന് ചോദിച്ചു. ആ കുട്ടി ഉണ്ടല്ലേ, അവർ റഷ്യക്കാരനാണ്. അവിടെ നിന്ന് എന്തോ കഴിക്കുവാണ്. യെസ്. Hey. Hello. What's your name? Muhammad Amin. Muhammad Amin. Hi. Hi, скажи. Hello Amin. Как дела? Хорошо. Отлично, скажи. Где? Отлично. Хорошо? Хорошо. കർദല എന്ന് വെച്ചാൽ സുഖമാണോ എന്നാണ്. ഖറാഷോ അല്ലെങ്കിൽ സൊഹർഷോ എന്ന് പറഞ്ഞാൽ ഐ ആം ഫൈൻ, എനിക്ക് സുഖമാണ് എന്നാണ് അർത്ഥം. അതാ എൻ്റെ ഇതടിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. സോ നമ്മുടെ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ട്രെയിൻ പോകുന്ന സ്പീഡ് കണ്ടോ, നമ്മൾ ട്രെയിൻ വിചാരിക്കുന്ന പോലല്ല, നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അത് അറിയാൻ പറ്റാത്തതാണ്. നമ്മുടെ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നമ്മുടെ സമർക്കന്ത് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഇനി വലിയ ദൂരമൊന്നുമില്ല, ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തുന്നതാണ്. ഞാനെല്ലാം പാക്ക് ചെയ്തു. ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ബാഗ് തൂക്കിയതാ ഇവിടെ ഇരിക്കുകയാണ്. ഇനി മുകളിലത്തെ ബാഗ് മാത്രം എടുത്ത് പോകണം. എനിക്ക് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് എനിക്ക് ഫോട്ടോ എടുക്കണം, എന്നാൽ മാത്രമേ എനിക്ക് തംബ്നെയിലിൽ ഇടാൻ പറ്റുള്ളൂ. തംബ്നെയിലിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഇട്ടു എന്നാണ് കേട്ടോ. അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ല, ഓടി ഞാൻ എത്തിയെന്നാണ് ട്രെയിൻ എടുക്കുന്ന മുമ്പേ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ പുറത്ത് കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സമർക്കന്തിൻ്റെ സിറ്റിയുടെ പല ഭാഗങ്ങളാണ് പുറത്ത് കാണുന്നത്. ആ കാണുന്ന പാരലായിട്ട് ഓടുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈവേ ആണ് ഓടുന്നത് പാരലായിട്ട്. ഞങ്ങളുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ബാഗ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം, പെട്ടെന്ന് ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. കം ഓൺ, ലെറ്റ്സ് ഗോ, ടേക്ക് യുവർ തിങ്സ്. നമ്മുടെ കറക്റ്റ് ടൈമിന് സമർക്കന്ത്. ഓക്കെ ബൈ, സീ യു. സോ നമ്മുടെ കറക്റ്റ് ടൈമിന് വന്നു. 58 എന്ന് പറയുന്ന ഒരു മിനിറ്റിനാണ് ഇവിടെ എത്തുന്നത്. കറക്റ്റ് 58 തന്നെ എത്തിയിട്ടുണ്ട്. യെസ്, ഫൈനലി നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. 16:58, 4:58 തന്നെ കറക്റ്റ് എത്തിയിട്ടുണ്ട്. യെസ് സമർക്കന്ത്. പെട്ടെന്ന് തുറക്കും. എനിക്കൊന്ന് ഏകദേശം 5 മിനിറ്റ് എന്തോ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പോലെ പയ്യയും നേരത്തെയൊക്കെ കയറി വരുന്ന ട്രെയിനല്ല. ഇതാണ് കറക്റ്റ് ടൈം, ഇതാണ് കറക്റ്റ് യഥാർത്ഥ ട്രെയിൻ എന്ന് പറയുന്നത്. കണ്ടോ എന്ത് നീറ്റ്. യെസ്, ട്രെയിനിൻ്റെ ഫ്രണ്ട് അവിടെയാണോ ബുള്ളറ്റ് ട്രെയിൻ? അയ്യോ, ഇത് ബുള്ളറ്റ് ട്രെയിൻ അല്ലെന്ന് തോന്നുന്നു.
കം. എന്തായാലും അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഐ തിങ്ക് വിൽ ഗോ ദിയർ. കം, ദാറ്റ്സ് എ ഗുഡ് പ്ലേസ്. അവിടെ നിന്നാണ് വെയിലടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ യാ, ഞാൻ ആ സെക്യൂരിറ്റിക്കാരനെ കൊണ്ട്. സോ ഞങ്ങളിതാ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇവിടെ ഉണ്ട്. എല്ലാവരും അടയ്ക്കുവാണ്. ഇവർ കറക്റ്റ് ടൈമിന് തന്നെ എടുക്കും, കറക്റ്റ് ടൈമിന് തന്നെ വരും. അതാണ് ഇവരുടെ ഉള്ള ട്രെയിനിൻ്റെ എല്ലാം രീതി. ഞാൻ എന്തായാലും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടില്ലേ, അത് ഞാൻ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോയാണ്. പിന്നെ ഒന്ന് ഇവിടെ താളിനെയും കൊണ്ട് എടുപ്പിച്ചു. അപ്പോൾ അതാണ്ട് അവരെല്ലാം ഡോറൊക്കെ അടയ്ക്കുകയാണ്. ഓരോ ആളുകൾ കയറി. ഓരോ കോച്ചിനും ഓരോ ആളുകളുണ്ട്. 1 2 3 4 5 6 7 8 9 10 കോച്ചോളം ഇതുണ്ട്. 10 കോച്ചോളം ഉണ്ട്. ഇവിടെ അടച്ചിട്ടില്ല. അവരെന്തോ കയറാനോ എന്തോ ചോദിക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. അയക്കുൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് എന്തൊക്കെയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഹലോ. സോ ഇനി നമ്മളിനി പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാം. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഈ സ്റ്റേഷനിൽ. നോ വിൽ ഗെറ്റ്, ഡോണ്ട് വറി. സോ നമ്മുടെ ട്രെയിൻ പോയിട്ടുണ്ട്. ബൈ ട്രെയിൻ. സോ നമ്മളിനി സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുവാണ്. അയ്യോ, 250 കിലോമീറ്ററൊക്കെ ചടപടാന്നും പറഞ്ഞ് ജസ്റ്റ് 1.5 മണിക്കൂറുണ്ട് ഇവിടെ എത്തി. 1.5 മണിക്കൂറല്ല, നമ്മൾ എത്ര മണിക്കാണ്? 3:24 ട്രെയിന്, 3:50 3:24 ട്രെയിന്, 3:30 ട്രെയിൻ ഇവിടെ. 3:30 ട്രെയിൻ എപ്പോഴാണ് എത്തിയേ? 4:45 ഓക്കെ, 1.5 മണിക്കൂറുകൊണ്ട് ഇവിടെ എത്തി. 4:45 4:58, അതായത് 5 മണിക്ക് 2 മിനിറ്റ് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. എന്നാലും 1 മണിക്കൂർ 35 മിനിറ്റിനകത്തുള്ളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഫൈനലി വെൽക്കം ടു സമർകാന്ത് അഗെയിൻ. നിങ്ങളിവിടെ കണ്ടതാണ് ഈ ഒരു സ്റ്റേഷൻ, ഞാൻ മുമ്പ് കാണിച്ചു തന്നതായിരുന്നു. യെസ്, ദിസ് വേ ഔട്ട്. നോ, ദിസ് വാസ് എൻട്രി, മേ ബി ഔട്ട്, ഐ തിങ്ക് ദാറ്റ് വേ. ഓക്കെ, നമ്മൾ എൻട്രി അതിലേക്കൂടെ ആണെങ്കിൽ ഔട്ട് അതിലേക്കൂടെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങാണ്. പുറത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. യെസ്, ഫൈനൽ. ഓക്കെ, താങ്ക് യു. നോ റഹ്മത്ത്. യാ, നോ നമ്മൾ ഫൈനലി നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എയർപോർട്ട്, സോറി റെയിൽവേ സ്റ്റേഷൻ്റെ പുറകാകം. അവിടെ നമ്മുടെ ട്രാമൊക്കെ ഉണ്ട്, ഞാൻ അന്ന് കാണിച്ചു തന്നതാ. സോ യു വാണ്ട് ടു ഗോ ATM, റൈറ്റ്? ATM. ശരി, there is one ATM. സോ നിങ്ങളൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതാണ്, മുമ്പത്തെ വീഡിയോ കണ്ടതാണ്. അത് നമ്മുടെ മാർക്കറ്റാണ്, അതിൻ്റെ അകത്ത് മാർക്കറ്റാണ്. പിന്നെ ഇവിടെ ഒരു സിം കാർഡ് എടുക്കുന്ന ഒരു കടമുണ്ട്. അപ്പോൾ ഞാൻ സിം കാർഡ് എടുക്കാൻ വേണ്ടി ഞാനും ഹൈഗുളും കൂടെ പോകാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ സിം കാർഡ് എടുക്കട്ടെ. ഫസ്റ്റ് പോയി സിം കാർഡ് എടുത്തിട്ടാവാം ബാക്കി കാര്യങ്ങൾ. സോ ഞാനിവിടെ സിം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ എൻ്റെ പാസ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ് സിം എടുക്കുന്നത്. സിം എടുക്കുന്ന ഒരു മാസത്തെ പാക്കേജിൽ 65 GB ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 600 രൂപയാണ്. 600 രൂപ പിന്നെ പ്ലസ് 100 രൂപ ഒരു സിം എടുക്കുന്നതിനാവും. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ 1,50,000 അടുപ്പിച്ചാണ് ഒരു സിം എടുക്കുന്നതിന്. നമ്മുടെ നാട്ടിലെ ഒരു 700 റുപ്പിയൊക്കെ എനിക്ക് ഇവിടെ ഇപ്പം തന്നെ പൊട്ടും. ഇത് ഏത് കമ്പനിയുടെ സിം? വിച്ച് കമ്പനി സിം? മൊബിയൂസ്. ഓക്കെ, മൊബിയൂസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിം കാർഡാണ്. അവൻ എന്തോ എൻ്റെ അടുത്ത് പറയുന്നു, സിം എടുക്കുന്നതിൻ്റെ അവൻ എന്തോ എൻ്റെ അടുത്ത് പറയുന്നു. ഓ സോറി, എൻ്റെ കാറ്. ഓ 1 മിനിറ്റ്. സോറി റഹ്മത്ത്. അയ്യോ, ഞാൻ പുള്ളിക്കാരൻ്റെ കാറിൻ്റെ മുകളിൽ കൊണ്ട് എൻ്റെ ബാഗ് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അവൻ എന്തോ പറയുന്നു കേട്ടോ എൻ്റെ അടുത്ത്. എനിക്ക് അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കേട്ടു. അതാകുമ്പോൾ അവന് റഷ്യൻ അറിയാം, അത് വെച്ച് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തോളും. ഇന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹോസ്റ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. How are you? Yeah, I'm good. Everything okay? Yeah, everything okay. Say hi. My name is Suma. Hi, welcome to Uzbekistan. Oh, thank you. Welcome to Samarkand. പുള്ളിയുടെ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞാനും ഐകളും സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പുള്ളി നമ്മളിവിടെ സിറ്റിയിൽ വന്നിട്ടുണ്ട്. പുള്ളിയുടെ വീട് ഇവിടെ നിന്നൊരു 49-50 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. എൻ്റെ സിമ്മെല്ലാം എടുത്ത്. ഓക്കെ, റഹ്മത്ത്. എനിക്കെല്ലാം കൂടെ 60,000 രൂപയായി. ഓക്കെ അവർക്ക് ഇവിടെ ഭിക്ഷാടനം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. എൻ്റെ അടുത്ത് വേറെ എങ്ങോട്ടോ പോവുകയാണ്, എനിക്കൊന്നും അറിയില്ല. എല്ലാം ഇവരുടെ പ്ലാനിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ ബാഗൊന്ന് കൊണ്ട് കയറ്റട്ടെ. ഓ പോസിബിൾ. പാവം, അവള് ഇറങ്ങിയിരിക്കുകയാണ്. ഗ്രേറ്റ്.
real life. Yeah, this is life. We survive. ണ്ട് ഇവിടത്തെ ഒരു ലോറി ഉണ്ടോ, അടിപൊളി ലോറി, കൊള്ളാലോ. നല്ല നീളമുള്ള ഒരു പണ്ടത്തെ വിൻറ്റേജ് ടൈപ്പ് ലോറി. നമ്മളിനി ഏതോ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവളുടെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, എന്നെ ഇവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഇവളെ ഇൻവൈറ്റ് ചെയ്തു, പിന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു അവൾ വഴി. പിന്നെ ഇപ്പം നമ്മൾ വേറൊരു നമ്മുടെ ഹോസ്റ്റ് ബ്രോനെയും കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കട്ടെ, അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ബ്രോ ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. ചലോ ലെറ്റ്സ് ഗോ. Of crying mother. Crying? Crying, yeah. Crying mother. What does it mean? Когда на войну отправляли, мать скорбила по детям. When guys went to the war. ഓക്കെ, ഓ യാ, അണ്ടർസ്റ്റുഡ്. ഇതെന്ന് പറയുമ്പോൾ ഒരു വാർ മെമ്മോറിയലാണ്. അതായത് ഇവിടെ എന്തോ പണ്ടത്തെ ഉള്ള ഒരു യുദ്ധത്തിന് പങ്കെടുത്ത കുറേ ആളുകൾ മരിച്ചതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങളൊക്കെ ഈ ഒരു പേജ് രൂപേണ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആ ഒരു മെമ്മോറിയലാണ്. അത്ര മനോഹരമായിട്ട് അവർ സൂക്ഷിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്രൈഡ്സിൻ്റെ ഷൂട്ടിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്തോ ഒരു ഷൂട്ട് നടക്കുവാണ്. അടിപൊളിയായിട്ടോ. വാവ്, നൈസ്. I am Shia, Muslim Shia. Okay. Wow. Hello. Hello. Where are you from? India. Hindustan, Delhi. Yeah, Hindustan. Not Delhi. Musliman. Kerala. Musliman. Yeah. No man. Yes. Musliman. Yes. Oh. ഇവര് മതമൊക്കെ ചോദിക്കണല്ലോ. ഹലോ. Muhammad sallallahu alaihi wasallam. വാലൈക്കും അസ്സലാം. Uzbekcha. Yeah. Assalamu alaikum. വാലൈക്കും അസ്സലാം. I am from India. Man Hindustan lik man. Man Samarkand. Oh, okay. Ya ukshi gitu. അവിടെ ബ്രൈഡ് അവിടെ അണിയാണ്. അതുകൊണ്ട് അവിടെ From sister. I am Okay. from brother. Hello, ഓ brother. marriage. Marriage to Tui Bulganski. What they are saying? Свадьба. Huh? The marriage. Okay, when is the marriage? Day. Today? Amitabh Bachchan. Yeah, Amitabh Bachchan. Yeah, you know Amitabh Bachchan. Hello. Hindustan televizyonda ko'rsatadi. Yeah. അടിപൊളി കേട്ടോ ഇവരെല്ലാം, ഇവരുടെ മാരേജ്. Reklama qilaylik. Okay, thank you so much. Your channel. Hitchhiking nomad. YouTube'ga kiring, yozib beradi. Okay, assalomu alaykum. Okay. Okay, bye. അപ്പോൾ നമ്മളിവിടെ പോണേ. ബൈ. ഓക്കെ, നമ്മുടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ്. ഒരു അടിപൊളി വൈബുള്ള റെസ്റ്റോറൻ്റ് ആണല്ലോ. വാവ്, ഇവിടെ എന്തോ മാരേജിൻ്റെ എന്തോ പാർട്ടി നടക്കുവാണ് സംഭവം. അപ്പോൾ എന്തോ മാരേജിൻ്റെ എന്തോ പാർട്ടി നടക്കുവാണ്. അപ്പോൾ കുറേ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാൻ നല്ല രസം. ഹലോ. എല്ലാവരെയും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസം. ആളുകളൊക്കെ കാണാൻ നല്ല വായി നോക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതാ എല്ലാവരും ഉടുപ്പ് കേട്ട്. ഹലോ. വേണ്ടില്ലേ, നമ്മൾ പോയി നോക്കട്ടെ ഇവിടെ എന്താണ് പരിപാടി. ഇതിൻ്റെ അകത്താണ് എനിക്കൊന്ന് കല്യാണത്തിൻ്റെ പാർട്ടി എന്ന് തോന്നുന്നു സംഭവം. ഇവിടെ എന്തൊക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത എന്തൊക്കെ തരത്തിലുള്ള ഫുഡൊക്കെ ഏതാണ്ട് ഇവിടെ ഉണ്ട്. കുറേ വെജിറ്റബിൾസ് മാത്രം കണ്ടിട്ടുണ്ട്, ബാക്കി എന്താ ഫുഡ് ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല. എനിക്കിത് കല്യാണത്തിൻ്റെ തന്നെയെന്നോ അതോ ഇനി ഹോട്ടലിലുള്ള സംഭവങ്ങൾ തന്നെയെന്നോ. സോ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. നല്ല പോർഷായിട്ടുള്ള ഒരു വലിയൊരു റെസ്റ്റോറൻ്റാണ്. കണ്ടില്ലേ, എന്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇവിടെ നല്ല കാശാവും. അവളുടെ ഫ്രണ്ടാണ് നമ്മൾ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഒരു കൊക്കരക്കോ കോഴി, പിന്നെ കുറേ സൺഫ്ലവർ പൂ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കണേണോ. ഒറിജിനൽ കോഴിയല്ലേ? എൻ്റെ അമ്മ ഒറിജിനൽ കോഴിയാണല്ലോ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അടിപൊളി. അപ്പോൾ ഇനി എന്തായാലും അവിടെ പോയിരിക്കട്ടെ. ഇവിടെ ഒരു മാരേജ് പാർട്ടി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും താഴെ തിരക്ക് നടക്കുന്നത്. നമ്മുടെ അതിൻ്റെ താഴെ ഇവിടെ ഒരു വലിയ വമ്പിച്ച പാർട്ടി നടക്കുവാണ്. ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഒരു വലിയൊരു പാർട്ടി നടക്കുവാണതാ. ഇവിടെ ആളുകളെല്ലാം ഇരുന്ന് ഇവിടെ ടേബിളിൽ നിന്നൊക്കെ ആഹാരമൊക്കെ കഴിക്കുവാണ്. ഹലോ, ഹായ്. അവരെല്ലാം എന്തായിരുന്നു കയ്യാളികൾ
കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കയ്യാണിക്കുകയാണ്. സോ നമ്മുടെ മറ്റേ ബ്രോ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ആംബിയൻസ്, ഈ ഒരു റെസ്റ്റോറൻറ്റ് ആംബിയൻസ് എന്ന് പറയുമ്പോൾ ഒരു റഷ്യൻ ആംബിയൻസ് ആണ്. സാധാരണ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഡൗൺ ആയിട്ടുള്ള ഫ്ലോറ് നോർമലും, പിന്നെ ഇതെന്ന് പറയുമ്പോൾ റഷ്യൻ ആംബിയൻസ് ഒക്കെയാണ്. സോ ഇവിടെ നമുക്ക് 2 ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്. സോ ഓൾ ദ വേ ഫ്രം അമേരിക്ക. ആൻഡ് ഇവരെന്ന് പറയുമ്പോൾ സൈക്ലിസ്റ്റുകളാണ്. സോ വാട്ട്സ് യുവർ ഗുഡ് നെയിം? Phil. And Carter. Okay, sorry again. Carter. Okay, all right. So Lewis. Okay, yeah, US. He's from New York and he's from Chicago. So ഇവര് Kazakhstan, you guys are cycling from Kazakhstan. Started from Kazakhstan 2 months ago. And Middle East, Central Asia. Okay. Yeah. Whole Central Asia. Okay. സോ ഇവരിനി ഹോൾ സെൻട്രൽ ഏഷ്യ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് മീറ്റപ്പിന് വേണ്ടി വന്നതാണ്. ഇവിടെ വേറൊരു സുഹൃത്തുണ്ട്. സുഹൃത്തിന് മുഖം കാണിക്കേണ്ടെന്ന് പറഞ്ഞു. സുഹൃത്ത് ഓഫ്ലൈൻ ട്രാവലർ ആയിരിക്കാം. സോ ഇത് ഓഫ്ലൈൻ. ഓക്കെ. സോ എനിവേ നൈസ് ടു മീറ്റ് യു ഗൈസ്. ടേക്ക് കെയർ. നൈസ് ട്രിപ്പ്. നമുക്കിവിടെ പത്തീർ എന്ന് പറയുന്ന അടുത്തൊരു ഡിഷ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോ ഇത് എന്തോ ഒരു പുതിയൊരു ടൈപ്പ് ബ്രെഡാണ്. നമ്മുടെ നാട്ടിൽ പൊറോട്ടയൊക്കെ പോലെ ഇരിക്കുന്നു. നോക്കട്ടെ. ഇപ്പൊ കുറേ ഫുള്ള് പാട്ടായിട്ട് എൻ്റെ അമ്മോ കല്യാണം പൊടി പിടിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി താഴോട്ട് വന്നതാണ്. പറയാലോ എന്ത് അടിപൊളി മാരേജാണ്. കാരണം നല്ല ഫുഡ് എല്ലാം ഉണ്ട്. ആളുകളൊക്കെ ഇവിടെ നിന്ന് കഴിക്കുവാണ്. അവിടെ നിന്ന് 2 പേര് പാട്ട് പാടാണ്. പിന്നെ അവിടെ കുറേ ഫോട്ടോസ് എടുക്കുന്ന പരിപാടിയാണ്. ഡോളൊക്കെ വെച്ചിട്ട് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര ഒരു പാർട്ടിയും ഒരു അടിപൊളി വൈബായിട്ടുള്ള മാരേജ് കേട്ടോ. എന്തായാലും എനിക്കൊരു പ്രാവശ്യം എന്തായാലും ഉസ്ബെക്കിസ്ഥാൻ മാരേജിന് പോകണം. അത് തീർച്ചയായിട്ടും പോകുന്നതാണ്. സോ നമുക്കിവിടെ വേറെ 2 ഗസ്റ്റ് കൊണ്ടുണ്ട്. സോ ബിഫോർ ദാറ്റ് ഐ വിൽ സേ സംതിങ്. It's okay. So what's your good name? Sophie. Hi. Where are you from? I'm from France. Okay. And you? Ahoy, jestem Václav Kalenda and I'm from Czech Republic. Okay, nice to meet you guys. So we had a good dinner, delicious dinner here. നമ്മൾ അടിപൊളി ഞാൻ ഇവരോട് സംസാരിച്ച് ഇംഗ്ലീഷൊക്കെ വരുന്നു. നല്ലപോലെ ഇവിടെ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു, കുറേ ഫുഡ്. സോ നമ്മളിനി ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ താഴെ വെഡിങ് നടക്കുന്നില്ലേ, വെഡിങ്ങിലോട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ്. ചലോ ലെറ്റ്സ് ഗോ. Dance party. Yeah. Get started. Hindistan. Hello.
ബർത്ത്ഡേ ബോയുടെ ആഘോഷം കഴിഞ്ഞു. അടുത്ത പാട്ടിട്ടുണ്ട്. കമോൺ കമോൺ. സത്യം പറഞ്ഞ ഡാൻസ് ഒക്കെ കളിച്ച് മരിച്ചു എന്ന് പറയില്ലേ. ഇവിടെ ഇവനാണെങ്കിൽ പിന്നെ പറയണ്ട, അവൻ അറുമാതിച്ചെന്ന് വേണമെങ്കിൽ പറയാം. നോ വേർഡ്സ് ബ്രോ. ആൻഡ് ഓഫ് കോഴ്സ് യു അനദർ വൺ ഗ്രേറ്റ്. സോ നമ്മളൊക്കെ എന്താ പൊളിച്ച് ഡാൻസ് കളിച്ച് ഇവിടെ തളർന്ന് വന്നിരിക്കുക. സോ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റിലെ ബില്ല് വന്നു 4,85,415. 4,85,415 ഇവിടെ നമ്മൾ അടുക്കി വെച്ചിട്ട് ഇതാ പോവുകയാണ്. അപ്പോൾ സോ ലെറ്റ്സ് ഗോ ആൻഡ് സോ വി ആർ ഗോയിങ് ടു ലീവ് ഹിയർ. ലെറ്റ്സ് ഗോ. നമ്മളപ്പോൾ ഈ ഒരു വലിയൊരു ആഡംബര റെസ്റ്റോറൻറ്റിനെ നമ്മൾ വിട പറയാൻ വേണ്ടി പോവാണ്. ഹലോ, ഇവിടെ ഐഗിള് വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. എന്ത് അടിപൊളി റെസ്റ്റോറൻ്റ് ആണെന്ന് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി വമ്പം പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. സോ നമ്മളിവിടെ നിന്ന് ഇനി ഇറങ്ങട്ടെ, പുറത്തോട്ട് ഇറങ്ങട്ടെ. ഇതാ പുറത്ത് നല്ല ഇരുട്ടായി, സമയം 10:30 ആയിട്ടുണ്ട്. സോ നമുക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഫൈനലി നമ്മളിതാ ലിഫ്റ്റ് അടിച്ച് ഒരു സ്ഥലം വരെ ഇവർ കൊണ്ടാക്കിയിട്ടുണ്ട്. റോമത്ത് ഓക്കെ. നമുക്കിനി പോകേണ്ടത് ആ റൂട്ടിലോട്ടാണ്. നമുക്കിനി പോകേണ്ടത് ഇതാണ്. ഇവിടെ ഉള്ള ഒരു വലിയൊരു സർക്കിളാണ്. Там машины стоят и люди тоже стоят. Где-то 5 или 10 тысяч за это. Деньги есть у вас? Ну, если что, да. Не, у нас есть... No. നമ്മളെ ഇവിടെ ഒരു കൂട്ടം ആളുകൾ ടാക്സി എന്ന് പറഞ്ഞ് നമ്മളെ ഓട്ടിക്കുകയാണ്. ഏറ്റവും in India it's not like they will come, they will take our bag and they will, you know, put it in their car. ഇതാ കണ്ടോ, ഇവിടെ ടാക്സിക്കൊക്കെ വേണ്ടി ഇവിടെ ടാക്സിയൊക്കെ നിരത്തിയിട്ടേക്കാണ്. നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെയാണ്. പക്ഷെ ഒരു ദേഹത്തൊന്നും പിടിച്ച്, നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ ബാഗ് പിടിച്ച് വാങ്ങിച്ചിട്ടായിരിക്കും ഇവർക്ക് വണ്ടിയിൽ കൊണ്ടുവരണേ. സോ ലെറ്റ്സ് ട്രൈ hitchhiking at night. Yeah. നമുക്ക് ഇതിൻ്റെ ഇടയിൽ അടുത്ത ലിഫ്റ്റ് കിട്ടി. ഐഗിളിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നു. ഐഗിളിന് ഉറക്കം വരുന്നില്ല. ഐ എം സ്ലീപ്പി. ഞാനിവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഐഗിള് റഷ്യയില് ബ്ലാ 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 എന്ന് പറഞ്ഞ് അവിടെ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കണം. ചേട്ടാ ഹായ്. My name? Shadiyar. Oh, nice name. Okay. പുള്ളിയാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. പാവം കേട്ടോ, ഈ ഒരു നൈറ്റിൽ കൊണ്ടുവന്നിട്ട് കാറ് നടത്തിയിട്ട് ഭയങ്കര ഇതിൽ ലിഫ്റ്റ് തന്നു. പുള്ളിക്കാരൻ്റെ കാറൊക്കെ അടിപൊളിയാണ്. ഷവർലാൻഡ് കാർ. Salam. Okay, salam. Thank you so much, Rahman. പാവം കേട്ടോ, പസിബ. നിങ്ങൾ റഹ്മത്ത് കേട്ട് മടുത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ പസിബയും കൂടെ ആഡ് ചെയ്യുന്നത്. പസിബ റഷ്യയിലെ റഹ്മത്താണ്, റഷ്യയിലെ താങ്ക് യു എന്നാണ് പസിബയെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഏതാണ്ട് ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. സോ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ ഭയങ്കര സ്നേഹമായിരുന്നു, പാവമായിരുന്നു. മുട്ടത്തലയണായ പുള്ളി ഭയങ്കര പാവം. ഹി വാസ് സോ ലവ്ലി റൈറ്റ്? സോ ലവ്ലി. സോ എനിവേ, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. നല്ല ടയേർഡാണ്, ഭയങ്കര സ്ലീപ്പിയാണ്. വാട്ട് അബൌട്ട് യു? ആർ യു ടയേർഡ്? ആർ യു സ്ലീപ്പി? Yeah, I'm a bit tired, sleepy, but I'm happy because people are so great and kind here, and we reached here by hitchhiking. I'm almost crying. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും വീഡിയോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ.